നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ജനതയിൽ ഭൂരിപക്ഷവും എന്നും രാഷ്ട്രീയ ജീവികളായിരുന്നു. പ്രത്യയശാസ്ത്രങ്ങളുടെ കൊടിയുടെ ചിഹ്നത്തിൻ്റെ ഒക്കെ നിഴലിൽ അവർ എന്നും വിഭജിക്കപ്പെട്ടിരുന്നു. 60കളിൽ രൂപം കൊണ്ട കൂട്ടുകക്ഷി സമ്പ്രദായത്തിൽ അവരെന്നും ഇരുവിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു. 80ൽ എത്തിയപ്പോൾ അത് ദൃഢമായി. LDF, UDF എന്നീ രണ്ട് ധ്രുവങ്ങളിലായി അവർ പരസ്പരം ഏറ്റുമുട്ടി. മൂന്നാമതൊരു ധ്രുവമുണ്ടാകാതിരിക്കാൻ ഇരു മുന്നണികളും നന്നേ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനായി ചില സമയങ്ങളിൽ ഇരു മുന്നണികളും രഹസ്യമായി ഒന്നിച്ചുകൊണ്ടിരുന്നു. അന്നും നിഷ്പക്ഷമതികളായ ഒരു വിഭാഗം വോട്ടർമാരുണ്ടായിരുന്നു. അവരായിരുന്നു പലപ്പോഴും വിധി നിർണ്ണയിച്ചുകൊണ്ടിരുന്നത്. അതാണ് കേരളത്തിൽ 2016 വരെ ഇരു മുന്നണികൾക്കും മാറി മാറി ഭരിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഈ മുന്നണി ദ്വയങ്ങൾക്കിടയിലേക്കാണ് BJP പയ്യെ ചുവടുവെച്ച് കയറിയത്. ആദ്യം ഭാരതീയ ജനസംഘമായും BJP രൂപീകൃതമായപ്പോൾ BJP-യായും പയ്യെ അവർ പറന്നു കയറാൻ തുടങ്ങി. പരസ്യമായി BJP-യെ തള്ളിപ്പറയുമ്പോഴും ഇരു മുന്നണികളും രഹസ്യമായി അവരുടെ വോട്ടുകൾ സ്വന്തം പെട്ടിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതിനൊരു മാറ്റമുണ്ടാകാൻ തുടങ്ങിയത് 2000 മുതലാണ്. BJP പരമാവധി ഇടങ്ങളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ തുടങ്ങി. അപ്പോൾ മുതലായിരുന്നു ഇതിനൊരു അറുതി വന്നത്. അപ്പോഴും നിഷ്പക്ഷമതികളുടെ വോട്ടുകൾ BJP-ക്ക് കിട്ടിയിരുന്നില്ല. BJP-ക്ക് വോട്ട് ചെയ്താൽ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്നത് കൊണ്ട് BJP-യെ സ്നേഹിച്ചിരുന്ന വലിയൊരു വിഭാഗം അപ്പോഴും ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തിരുന്നില്ല. എങ്കിലും അവർ അവരുടെ യുദ്ധം തുടർന്നു. പല സന്ദർഭങ്ങളിലും നല്ല ഏറ്റുമുട്ടലുകൾ തന്നെ അവർ നടത്തി. ആദ്യകാലങ്ങളിൽ BJP-ക്ക് എല്ലാ മണ്ഡലങ്ങളിലും അവതരിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല. RSS ശാഖകളിലൂടെ പാർട്ടിയിലെത്തിയവർ മാത്രമായിരുന്നു അന്ന് അവരുടെ അസറ്റ്. ഇതുകൊണ്ട് പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ സ്ഥിരം മുഖങ്ങളായിരുന്നു അവരുടെ സ്ഥാനാർത്ഥികൾ. പയ്യെ അത് മാറി. സംഘത്തിലൂടെ അല്ലാതെ പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ വന്നു തുടങ്ങി. സ്ഥാനാർത്ഥികളായി പല പുതിയ മുഖങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയതു മുതൽ ആ ഒഴുക്ക് വർദ്ധിച്ചു. ഇരു മുന്നണികളിലും അവസരം ലഭിക്കാത്ത അവസരം തേടികൾ BJP-യിലേക്ക് കൂട്ടമായി എത്തി തുടങ്ങി. വ്യക്തികളല്ലാതെ ഇവരോടൊപ്പം ബഹുജനങ്ങൾ എത്തിയില്ലെന്നുള്ളത് ഒരു ദുര്യോഗമായി ഇന്നും അവശേഷിക്കുന്നു. അവസരം തേടികളുടെ ഒഴുക്ക് ഇന്നിപ്പോൾ ആ പാർട്ടിയിൽ വല്ലാത്തൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളൊന്നും BJP-യോട് അടുക്കാതിരുന്നപ്പോൾ പാർട്ടിക്ക് മത്സരിക്കാൻ 140 സീറ്റുകളുണ്ടായിരുന്നു. 2015 മുതൽ BDJS കൂടിയപ്പോൾ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ 2020 എത്തിയിരിക്കുന്നു. വീണ്ടും എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഒപ്പം അവസരം തേടികളുടെ ബാഹുല്യവും. 2016-ൽ 37 സീറ്റുകളിൽ മത്സരിച്ച BDJS 2021-ൽ 21 സീറ്റിലേക്ക് ചുരുങ്ങിയിരുന്നു. ഇക്കുറി BDJS 40 സീറ്റുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്രമേൽ വിലപേശലുകൾ നടത്തിയാലും BDJS-ന് 30 സീറ്റുകളെങ്കിലും നൽകേണ്ടി വരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച കായംകുളം, വർക്കല തുടങ്ങിയ 1 ഡസനോളം മണ്ഡലങ്ങൾ ഘടകകക്ഷികൾക്ക് നൽകേണ്ട ഗതികേടിലാണ് ഇപ്പോൾ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. BDJS-നെ കൂടാതെ 2020-ക്ക് 20 സീറ്റുകളെങ്കിലും നൽകേണ്ടി വരും. ആകെ കണക്ക് കൂട്ടുമ്പോൾ BJP-ക്ക് 90 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കാനിടയില്ല. ഇതിൽ നിന്ന് വേണം വിജയസാധ്യതകൾ കണക്കിലെടുത്ത് പുതുതായി പാർട്ടിയിലെത്തിയിരിക്കുന്ന ഏറെ പേർക്ക് സീറ്റുകൾ നൽകാൻ. ഇത് BJP-യിലെ രണ്ടാം നിര നേതൃത്വത്തിൽ ഏറെ പേർക്ക് സീറ്റുകൾ നഷ്ടപ്പെടാനിടയാകും. പാർട്ടിയുടെ ഗതികേട് കാലത്ത് മത്സരിച്ച് നാണം കെടാനിറങ്ങി സ്ഥിരം മത്സരിച്ച് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയ പല പരിചിത മുഖങ്ങൾക്കും ഇക്കുറി സീറ്റ് കിട്ടാനിടയില്ല. ഇവരിലേറെ പേർ രണ്ടാം നിര നേതൃത്വത്തിൽ പെട്ടവരാണ്. ഇത് അവരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ വിമത ശബ്ദം ഉയർത്താനും കോലാഹലങ്ങൾ ഉണ്ടാക്കാനും അവരാരംഭിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ KP ശ്രീശൻ ഇതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ശബ്ദം കൂടുതൽ പേരിൽ നിന്നുയരാനാണ് സാധ്യത. സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ സീറ്റ് ലഭിക്കാതെ വരുന്ന രണ്ടാം നിര നേതൃത്വത്തിൽപ്പെട്ട ഏറെ പേർ വെല്ലുവിളികൾ ഉയർത്താനും പാർട്ടി വിട്ടു പോകാനുമുള്ള സാധ്യതകളാണ് BJP-യുടെ മുന്നിൽ ഇപ്പോൾ പ്രതിസന്ധി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.